ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ, ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കരിയർ ലൈഫിൻ്റെ കാർഡ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഏസ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, ജസ്റ്റിസ്, 10 ഓഫ് സോർഡ്സ്, 3 ഓഫ് കപ്സ്, ബോട്ടം വന്നിരിക്കുന്ന 8 ഓഫ് ഫോൺസ്, 9 ഓഫ് സോർഡ്സ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പം ചിലർക്ക് ഒരു കരിയർ ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിനുള്ള പറ്റിയ ടൈം തന്നെയാണ്. ഇല്ല, സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഒരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തുടങ്ങി പക്ഷേ അതിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല. ഇവിടെ 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ മുമ്പിൽ ഒരു പ്രതീക്ഷയും ഇല്ല. ഇനി എന്താവും, ഇത് സക്സസ് ആകില്ല ഒരു നെഗറ്റീവാണ്. അത് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തു, ഇത്രയും കഷ്ടപ്പെട്ട അല്ലെങ്കിൽ പഠിച്ച കാര്യത്തിൽ തന്നെ ഒരു സക്സസ് ഇല്ല, അതും അല്ലെങ്കിൽ ഞാൻ തുടങ്ങി ഒരു ബിസിനസ്, എന്തായാലും അതിലൊന്നിലും ഒരു ഗ്രോത്ത് ഇല്ല, ഒരു പ്രോഗ്രസ് ഇല്ല, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല, എനിക്ക് മുമ്പിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ല, എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണിപ്പോൾ. അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് ജസ്റ്റിസാണ്. നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ചെയ്തു, തുടങ്ങി, അതെല്ലാം നല്ലത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിലൊരു സ്റ്റക്ക് എനർജിയും അതിലൊരു സക്സസ് ഇല്ല എന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുവെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്നാണ് കാണുന്നത്. ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ന്യായം തരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സക്സസ് നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. പല കാര്യങ്ങളിലും പല രീതിയിൽ നിങ്ങൾ അതിനുവേണ്ടി പല സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്കും ചെയ്തിട്ട് എനിക്കതിലൊരു പ്രോഗ്രസ്സും ഇല്ലല്ലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് അത്രയും എഫർട്ട് ഇട്ടിട്ടും എനിക്കൊരു പ്രയോജനമില്ലെന്ന് നിങ്ങൾ അത്രയും ഒരു നിരാശയിലിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് കിട്ടും. പിന്നെ കാരണം ഇവിടെ 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊരു എന്തൊക്കെ എഫർട്ട് ഇട്ട് എനിക്ക് ദുഃഖം മാത്രമാണല്ലോ, ഇതെൻ്റെ ആയി പോവോ, ഞാൻ ഇത്രയും ചെയ്തതെല്ലാം വ്യർത്ഥമാകുമോ, ഇല്ല. 10 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പം എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വരും. അത് മാത്രമല്ല ഇവിടെ കണ്ടില്ല, ഒരു കാക്കക്കൂട്ടങ്ങൾ കുറേ ഉണ്ട്. ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ ചെയ്ത കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് കുറേ ബാക്ക് സ്റ്റാപ്പ് കിട്ടിയിട്ടുണ്ടാവും, ഒരു ചതി, വഞ്ചന, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ബാക്ക് സ്റ്റാബ് കിട്ടിയിട്ടുണ്ടാവാം. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ, ഇതിനി വേണോ, ഇതിനി സ്റ്റോപ്പ് ചെയ്താലോ, അങ്ങനെയൊക്കെ നിങ്ങളൊരു ദുഃഖിച്ച് നിൽക്കുന്ന ആണ് കാണുന്നത് ആ ഒരു എനർജി. പക്ഷേ നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന് മാത്രമല്ല, അവിടെ 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഒരു സെലിബ്രേഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ വരും. ഇങ്ങനെ നിങ്ങൾ ഈ സ്റ്റാർട്ട് ചെയ്ത ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സെലിബ്രേഷനും സന്തോഷവും സക്സസ്സും അത് മുഖേന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊപ്പമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആരോടൊപ്പവും നിങ്ങളിതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ അത്രയും ഒരു ഹൈ ലെവലിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുപേരൊക്കെ ഹൈ ലെവലിൽ തന്നെ എത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഈ കരിയറിലും നിങ്ങൾ തുടങ്ങി വെച്ച ഈ കാര്യങ്ങളിൽ. ഇവിടെ 8 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങിയ ആ കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ഒരു ഹാപ്പി മെസ്സേജോ എന്തെങ്കിലും ഒരു ഓഫറോ നിങ്ങളുടെ ഈ തുടങ്ങിയ ഈ കാര്യത്തിൽ തന്നെ സക്സസ് ആവാനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതിനുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ അതിനുള്ള വ്യക്തികൾ ആരെങ്കിലും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ
ലൈഫിൽ വരും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നമുക്കൊരു സക്സസ് കിട്ടുന്നത്, നമുക്ക് ചില റിവാർഡുകൾ മറ്റുള്ളവർ മാനിക്കപ്പെടുന്ന രീതിയിൽ എത്തിച്ചേരും. നമ്മളിപ്പോൾ തുടങ്ങി ഇവരൊന്നും ആവില്ല. എപ്പോഴും നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ അതിന് 4 കുറ്റം പറയാനും ചിരിക്കാനും കുറച്ച് വ്യക്തികളുണ്ടാവും. ഇതൊക്കെ ഇവർക്ക് വേണോ, ഇതൊക്കെ സക്സസ് ആവില്ല അങ്ങനെ പറയുന്നത്. പക്ഷേ അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങളൊരു മാനിക്കപ്പെടുന്ന രീതിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസും അങ്ങനെയുള്ള ഓഫറോ മെസ്സേജോ എന്തെങ്കിലും വരും. നിങ്ങൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഈ മാർച്ച് മാസം വരും എന്നാണ് കാണുന്നത് കരിയറിൽ. ഇനി നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഡെക്കിൽ നിന്ന് എടുക്കുന്നൊന്ന് ഫസ്റ്റ് നൈറ്റ് ഓഫ് സോർട്സ്, 9 of cups, 3 of pentacles, the fool, king of wands, temperance. ബോട്ടം വന്നിരിക്കുന്ന 2 of pentacles ആണ്. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കാരണം 3 of pentaclesഉം വന്നിട്ടുണ്ട്, 2 of pentaclesഉം വന്നിട്ടുണ്ട്. ഓക്കെ, പറയാം. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ ഫസ്റ്റെല്ലാം ആ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നു തന്നെയാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി ലൈഫ് ലോങ് ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾക്ക് ലൈഫ് ലോങ് ആ വ്യക്തി കമ്മിറ്റ്മെൻറ്റ് തന്ന് അത്രയും സ്നേഹത്തോടെ നിങ്ങളൊരു നല്ല ഫാമിലി ആയിട്ട്, ഇപ്പം മാരീഡ് ആവാത്തവരാണെങ്കിൽ അതൊരു മാരേജിൽ അവസാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആൾറെഡി മാരീഡ് ആയവരാണെങ്കിൽ പോലും അത്രയും ഒരു പരസ്പര സ്നേഹം, ഇഷ്ടം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ, അത്രയും ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തരുന്ന ഒരു ബന്ധമാണ് ഇതെന്ന് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു. 9 of cups ആണ്. നിങ്ങൾ ഈ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം ആ സമയത്ത് അനുഭവിച്ചിരുന്നു. അതുപോലെ ലൈഫ് ലോങ്ങും നിങ്ങൾ അനുഭവിക്കും, അങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 3 of pentacles വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം പരസ്പരം സ്നേഹിച്ച് എല്ലാം ചേർന്ന് എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് എപ്പോഴും പോകണമെന്ന് ആഗ്രഹിച്ചെന്നെങ്കിൽ, എന്നാൽ നിങ്ങളിപ്പോൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തന്നെ നിങ്ങൾ കുറച്ച് ഇപ്പോൾ സ്ട്രെസ്സിലും ഡിപ്രഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ കുറേ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ, ഇവിടെ ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ന്യൂ സ്റ്റാർട്ട് വരും എന്നാണ് കാണുന്നത്. ഇതുവരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ ആ സന്തോഷവും ആ ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവും എന്നാണ് കാണുന്നത്. അവരിൽ നിന്നൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം അവിടെ ദ ഫൂൾ വന്നതുകൊണ്ട് തന്നെ ന്യൂ സ്റ്റാർട്ടാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഒരു കിങ് എന്ന് പറയുമ്പോഴേ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്. നമ്മളൊരു ഫാമിലി ട്രഡീഷണലായിട്ടിരിക്കുന്നത്, നമ്മൾ നേരെ പോയിട്ട് ട്രഡീഷണലായിട്ട് ഒരു ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകില്ലേ, അങ്ങനെ ഒരു കാർഡാണ് കിങ് ഓഫ് വാൺസ്. സോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും. ഇതുവരെ കമ്മിറ്റ്മെൻറ്റ് തരാതെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ വ്യക്തിയിൽ നിന്ന് ഒരു മാറ്റം വരികയും നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ്സും കമ്മിറ്റ്മെൻറ്റ് തരികയും നിങ്ങളോട് വിശ്വാസമായിട്ടും സത്യസന്ധമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഒരു കിങ്ങിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അവരൊന്നും എക്സ്പ്രസ് ചെയ്യില്ല, കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹവും ആ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവർ കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് കാണുന്നത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെയാണ് ഇതുവരെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളതെങ്കിൽ ഇനി അങ്ങോട്ട് അതിനെ സ്റ്റേബിൾ ആക്കണം. അതായത് ഈ ഓൺ ആൻഡ് ഓഫ് എല്ലാം കട്ടാക്കിയിട്ട് നിരന്തരമായിട്ട് നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് ലൈഫ് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ 2 of pentacles വന്നിട്ടുണ്ട് ബോട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അവർ ഇതുവരെ ഒരു 2 സിറ്റുവേഷൻസിനെ, 2 വ്യക്തികളെ, എന്തോ ആവാം, ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ആരും ആവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആവാം. സോ അതിനെ ഇങ്ങനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനോ അകൽച്ചയൊക്കെ വന്നത്. സോ അതിൽ നിന്ന് നിങ്ങളെ ചൂസ് ചെയ്യുകയും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്സ് വരികയും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ആക്കുകയും ചെയ്യും എന്നാണ് ഉള്ള
അതിനുള്ള സിറ്റുവേഷൻസ് ഈ മാർച്ച് മാസം നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് കാണുന്നത്. ആ വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജ്, ഇപ്പോൾ ബ്ലോക്ക് സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തേടി ഒരു റിസ്ക് എടുക്കും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പെട്ട് ചില വ്യക്തികൾ അവിടെ പെട്ട് നിന്നിട്ട് അവർക്ക് അവരെ വിട്ട് വരാനും പറ്റില്ല, അതിനുള്ള ധൈര്യവും ഇല്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന കുറേ വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ കാണുന്നുണ്ട് 6 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഒരു വ്യക്തി ഒരാൾക്ക് ബൊക്കെ കൊടുക്കുന്ന ഒരു എനർജിയാണ് അത്. ആ വ്യക്തി നിങ്ങളുമായിട്ട് കഴിഞ്ഞു പോയ അത്രയും സ്നേഹമായിട്ട് സന്തോഷമായിട്ടിരുന്ന നിമിഷങ്ങൾ തീർച്ചയായിട്ടും ഓർക്കുകയും നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ മീറ്റ് ചെയ്ത് വീണ്ടും യൂണിയൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. ഈ ഡെക്ക് എടുത്തിട്ട് കുറേ ദിവസമായി ഞാൻ. സോ ഇന്ന് നമുക്ക് നോക്കാം ഏഞ്ചൽസ് മെസ്സേജ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഓക്കെ, എ ഇയർ ഫ്രം നൗ. പെർഫെക്റ്റ് ടൈമിംഗ്. വാ. അപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കൺഫർമേഷനാണ് വന്നിരിക്കുന്നത്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണുന്നത്. എന്തായാലും ഈ അടുത്തുള്ള ചില ആഴ്ചകളിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് മെസ്സേജും ന്യൂ ബിഗിനിങ്സൊക്കെ വരും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഇത് മെസ്സേജ് വരും. നിങ്ങളിപ്പോൾ കുറച്ച് പേരൊക്കെ മാരീഡൊക്കെ ആവാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാരേജ്, നിങ്ങൾ അത്രയും പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം 1 വർഷത്തിനുള്ളിൽ തന്നെ നടക്കും എന്നാണ് കാണുന്നത്. എന്തായാലും മാരീഡ് ആയവർക്കും നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്തായാലും 1 വർഷത്തിനുള്ളിൽ നടക്കുമെന്നാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ചില ആഴ്ചകൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. നിങ്ങൾക്ക് കറക്റ്റ് ടൈമാണ് ഈ മാർച്ച് മാസം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ മാറ്റങ്ങൾ ആ തേർഡ് പാർട്ടിയിൽ നിന്നൊക്കെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.